നമ്മൾ മുമ്പേ സെറ്റ് ചെയ്തൊരു ഫാമാണ്. കാരണം ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് ഏകദേശം ഒരു 7 മീറ്റർ നീട്ടത്തിലാണ് ഈ ഫാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബാക്കിക്ക് ഒരു 4 മീറ്റർ സെറ്റ് ചെയ്ത ഫാമാണ്. ഇത് മൊത്തം ഇപ്പോൾ പൊളിക്കാൻ പറയാം കേട്ടോ. ഇത് നമ്മൾ അന്ന് സെറ്റ് ചെയ്തില്ല. ഇപ്പോൾ വളങ്ങളെ ഇറക്കിയിട്ടുള്ളത് ഇത് അന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ, നാടൻ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ബ്രൂഡ് ചെയ്യിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതായിരുന്നു. ഈ ഡോറ് ഇവിടെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയായിരുന്നു ഡോറ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയൊരു കൂടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ഇതിലിതാ ഓരോരോ കള്ളി തിരിച്ചാണ്. ഒന്നിൽ നാടൻ കോഴി, ഒന്നിൽ ബ്രോയിലർ, ഒന്നിൽ എന്താ പറയുക ഗിരിരാജ, അങ്ങനെ കള്ളി തിരിച്ച് കാണ്ട് ഉണ്ടാക്കിയൊരു ഫാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗം പിന്നെ ഈ ഒരു ഫുള്ള് ഏരിയയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മളെ ഇവിടെയൊക്കെ നമ്മൾ ബ്രോയിലർ കോഴിനെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. ബ്രോയിലർ കോഴികളാണ് ഇതിലൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് ബ്രോയിലർ കോഴികളെ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് അത് വലുതായിട്ട് 40 ദിവസം ആകുമ്പോൾ പിടിച്ച് നമ്മൾ കടയിൽ കൊടുക്കണം ആ ഒരു സിസ്റ്റം. ഇതിലൊക്കെ ബ്രോയിലർ കോഴികളാട്ടോ. കണ്ടോ, ഇതിലൊക്കെ എങ്ങനെ ഇതിൻ്റെ മെത്തേഡുകൾ എന്ന് വെച്ചാൽ അറിയുന്നവർക്ക് ഉണ്ടാവും. പക്ഷേ ഈ ബ്രോയിലർ കോഴിനെ നമ്മൾ വളർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനത്തെ അടിച്ച് പോവുകയും ചെയ്യും. അതൊക്കെ ബ്രോയിലർ കോഴികളെ ഇതാണ് ഷെഡാണ്, ഫാൻ. ഇതൊക്കെ ഓല ഇട്ട കാരണം മുകളിൽ ഓല വെച്ചാണ് ചൂട് കുറക്കാൻ വേണ്ടിയുള്ള ഇതാണ്. മുകളിൽ ഓല ഇട്ടിരിക്കുന്നത്, മുകളിൽ സീറ്റ്. പിന്നെ ഈ അരക്ക് ഇങ്ങനെ 3 അടിയിലാണ് ഇങ്ങനെ നെറ്റ് കൊടുത്ത്, ബാക്കിയൊക്കെ വലയാണ് ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ നീളത്തിലെത്തി ഏകദേശം ഒരു 20 മീറ്ററോളം നീട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു സെറ്റ് ചെയ്തൊരു കൂടുകളാണ്. ഒരു ഓല അതിലൊക്കെ ഫാൻ കൊടുത്തിട്ടുള്ളത്, ഉള്ളിലൊക്കെ ഫാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ അകത്തൊന്ന് കാണട്ടെ ഇനി. അപ്പോൾ ഇത് ബ്രോയിലർ ഇതിൻ്റെ ഒരു ഫാമായിട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മാസം 1 മാസമായ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. അവിടെ ബ്രൂഡ് ചെയ്തിട്ട് ഇവിടെ ഒരു മാസം ആകുമ്പോൾ അവിടെ കൊടുന്നിടും. പക്ഷേ ഇതൊക്കെ ഓലയാണ്, മുകളിലൊക്കെ ഓലയാണ്. കണ്ട, ചൂടില്ല കേട്ടോ, നല്ല തണുപ്പ്. പിന്നെ ഇവിടെയാണ് അടുത്തത് അറ്റിങ്ങളൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് ഇടും. അപ്പോൾ വേറെ ഉള്ളതിനെ ഒരു 10 ദിവസം ആയത് ഇവിടെ കൊടുന്നിടും, 15 ദിവസമൊക്കെ ആയത് ഇവിടെ കൊടുന്നിടും. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റും. പിന്നെ അത് അങ്ങനെ പോയിട്ടാണ് വെൽഡിമൊക്കെ ഇങ്ങനെ പോകണം കേട്ടോ. പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പാട്ടാണ് 4 മണിക്കൂറും പാട്ട്. കാരണം ഈ കുറുക്കന് നായ്ക്കളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഇങ്ങനെ പാടുന്നത് കേട്ടോ. സീറ്റ് തന്നെയാണ്, പക്ഷേ ഓല താഴെ വെച്ചിരിക്കണം, ചൂട് കുറയാൻ. പിന്നെ ഫാനൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കേട്ടോ, ഇത് ഏകദേശം ഇതൊരു 10-25 ദിവസം കഴിഞ്ഞ് 40 ദിവസം ആകുമ്പോഴത്തേക്കൊക്കെ പിടിക്കൽ കേട്ടോ. ബ്രോയിലർ സ്റ്റാർട്ടർ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ബ്രോയിലർ സ്റ്റാർട്ടർ മാത്രമാണ് കൊടുക്കുന്നത്. ഇത് കറമ്പല്ല് കേട്ടോ, ബ്രോയിലർ സ്റ്റാർട്ടർ കറമ്പല്ല്. അപ്പോൾ കണ്ടില്ലേ എന്താ ഓരോരുത്തരെ കൂടി നോക്കാണി. അവിടുത്തെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് കോഴികളെ പിടിക്കാനായ കോഴികളാട്ടോ. ഏകദേശം 40 ദിവസം ആയ കോഴികൾ. കണ്ടില്ലേ, ഇത് വെള്ളത്തിൻ്റെ സെറ്റിംഗ് നോക്കാണി. ആ വെള്ളത്തിൻ്റെ സെറ്റിംഗ് ഒക്കെ നോക്കി നമുക്ക് ഫുള്ള് എടുത്തെന്ന് നോക്കാണി. എന്താ അല്ലേ, പിടിക്കാനായിക്കണേ, ഏകദേശം കൊടുക്കാനായിക്കണേ, കടിയൊക്കെ കൊടുക്കാനായത് അതാണ്. ഒന്നാമത് നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെതാണ് സൂപ്പർ. ഈ വെള്ളം സെറ്റ് ചെയ്തിരിക്കണതേ കണ്ടില്ല, ഇവിടെ നിന്ന് അങ്ങനെ വരിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്താണ്. മുകളിൽ ഫാനൊക്കെ ഉണ്ട്. നല്ല തണുപ്പാട്ടോ, കാരണം പ്രത്യേകിച്ച് നല്ല തണുപ്പാണ്. അങ്ങനെ ചൂടൊന്നുമില്ല. ഈ ഫാനും മുകളിൽ ഓലയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടേ നല്ല തണുപ്പ്. എല്ലാറ്റിനും വെള്ളം. പിന്നെ വേറൊരു കാരണം സാധനം ബ്രോയിലറിന് എക്സ്ട്രാ വന്നാന്ന് തോന്നുന്നത്. എന്താണെന്നറിയില്ല, ബ്രോയിലറിൻ്റെ വേറെ കളറ് കണ്ടോന്നറിയില്ല കേട്ടോ. ഒരു കറുപ്പതൊക്കെ എടുക്കണം. അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വലയാണ്, വലട്ടാണ്, ഫുള്ള് വലട്ടാണ്. പക്ഷേ ചുറ്റുഭാഗം നോക്കുകയാണ് ഇത്തള് അടിച്ച കേട്ടോ. ഇത്തള് അതിൻ്റെ ഫ്ലോറിൽ അടിച്ചതാണ്. ഇത്തള് നമ്മൾ കോഴികളാക്കുന്നതിന് മുമ്പേ ഈ ഇത്തള് അടിച്ചിടും. കാരണം നമ്മൾ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ തുറക്കാൻ കിട്ടുന്നില്ല. എന്നിട്ട് ചകിരിച്ചോറ നേരത്തലാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളെ കൊടുന്നിടും. അതിൻ്റെ ഈ ഭാഗത്തൊക്കെ കണ്ടില്ല, കണ്ട, ഇതൊക്കെ ഇത്തളാണ്. ഇത്തള വെള്ളം കൂട്ടി അടിച്ചിട്ട് 2 കട്ടിയിൽ നല്ല അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചകിരിച്ചോറ് ഇടുന്നിട്ട് പിന്നെ നിങ്ങളെ കോഴികളിടുള്ളൂ കേട്ടോ. ബ്രോഡ് ചെയ്യിക്കണതും ബ്രോഡ് നമ്മൾ ചൂട് കൊള്ളിക്കണതും ഇതൊക്കെ ചെയ്യണത് എല്ലാം അങ്ങനെ 3-4 ഇങ്ങനെ ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഓലയാണ്, അതിൻ്റെ മുകളിൽ ഇത് കെട്ടിയാണ്. പാട്ട് എപ്പോഴും 4 മണിക്കൂറും പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും.